ക്രിസ്തുവിൽ അനുഗ്രഹീതമായ പകൽക്കാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് പകൽക്കാലം വീണ്ടും നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. പ്രത്യേക പ്രിയ ബിനാൻഡി, തന്നോട് കൂടെ ആയിരിക്കുന്ന ദേവദാസന്മാർ, ദേവദാസിമാർ, എല്ലാവർക്കും, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രവർത്തനത്തെ പലപ്പോഴും ഓർക്കുകയും സമയമുള്ളപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കർത്താവ് അവസരങ്ങൾ നൽകുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന ഈ കൂട്ടായ്മ നമുക്കത് ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കൂട്ടായ്മയിലൂടെ എല്ലാം കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ നമ്മെ കർത്താവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇന്ന് പകൽ കർത്താവ് തന്ന ഒരു വചനത്തിലേക്ക് വേഗത്തിൽ കയറി കർത്താവ് തന്ന ദൂതുകൾ വേഗത്തിൽ പറഞ്ഞ ദൈവസന്നിധിയിൽ താന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടു അവന്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്ന് കേട്ട വചനം നമ്മുടെ ലൈഫിന്റെ അകത്ത് ഏറ്റവും അനുഗ്രഹമായി തീരണം. ഈ പകൽ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കേണ്ടതിനായി ദൈവിക പദ്ധതികൾ ഈ മിനിസ്ട്രിയുടെ മേൽ, ദേവദാസിയുടെ മേൽ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ദേവദാസിമാരുടെ മേൽ, സകലരുടെ മേലും ചലിക്കേണ്ടതിനായി ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ഈ അന്തരീക്ഷത്തിൽ ആ ദൈവ സാന്നിധ്യം ചലിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അത് വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചലിക്കണം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ, വചനത്തിലൂടെ കർത്താവെ അവിടുന്ന് സംസാരിക്കണം. വചന വെളിപ്പാടുകളെ കർത്താവെ അവിടുന്ന് തുറക്കുമ്പോൾ അതിന്റെ പ്രവൃത്തികൾ ഓരോ വ്യക്തികളുടെ മേലും അത് ചലിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കർത്താവെ അവിടുന്ന് ശക്തിയോടെ നിറയണം. കർത്താവെ, മിനിസ്ട്രിയുടെ മേല്, ദേവദാസിയുടെ മേല് കർത്താവിന്റെ പ്രവൃത്തികൾ കർത്താവ് അവിടുന്ന് വെളിപ്പെടണം. കർത്താവെ, അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം നാം കേട്ട വചനം നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വചനമാണ്. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. എഫേസ്യ ലേഖനം നാം പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് ഏറ്റവും മർമ്മപ്രധാനമായ ഒരുപാട് വചനങ്ങളുണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രാർത്ഥനയാണ്, പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ച വചനം. ഈ വചനത്തിന്റെ അകത്തുനിന്നും കർത്താവ് തന്ന ചില ദൂതുകൾ കൈമാറി ദൈവസന്നിധിയിൽ താന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ അകത്ത് നാം വായിക്കുമ്പോൾ ഈ 3 വാക്യത്തിന്റെ അകത്തും ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്കകത്തുള്ള ഒരു വചനത്തെ മാത്രം, ഒരു ഭാഗത്തെ മാത്രം അടർത്തി എടുത്തുകൊണ്ട് അതിന്റെ അകത്തു നിന്നും കർത്താവ് തന്ന ദൂതുകൾ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിളിയാലുള്ള ആശ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് നമ്മെ പറ്റിയുള്ള ദൈവിക പദ്ധതികളെ, നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിന് നമ്മെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ നാം തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്നത്. പൗലോസ് വ്യക്തമായ എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് പറയുന്ന ഒരു ആത്മീയ മർമ്മം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സുവിശേഷം ജാതികളിലേക്ക് കൈമാറിയെന്നും
നമ്മെ വിളിച്ചതിന് ഒരു പദ്ധതിയുണ്ട്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകാസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പൗലോസ് വ്യക്തമാക്കുമ്പോൾ എന്തിനാണ് നമ്മെ വിളിച്ചതെന്നും നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ നമ്മൾ ദൂരത്തല്ല. ഇപ്പോൾ നാം ക്രിസ്തുയേശുവിനോട് കൂടെ സമീപത്തായിരിക്കുന്നു. മുമ്പേ നാം ജാതികളായിരുന്നു, ലോകത്തിന്റെ പ്രവൃത്തിക്കനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം അങ്ങനെയുള്ളവരല്ല. ക്രിസ്തുയേശുവിലൂടെ നമ്മിലേക്ക് അവകാശം, അധികാരം എല്ലാം ലഭിച്ചിരിക്കുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഓരോ വ്യക്തിയെയും കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തികളുടെ മേൽ ഓരോ ഉദ്ദേശമുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ ദൈവം ആക്കിയിരിക്കുന്ന ദൈവിക പദ്ധതി എന്താന്ന് നാം തിരിച്ചറിയണം. നാം ഒരു ദിവസം വന്ന് ആ ദേവാലയത്തിൽ വന്നിരുന്ന് പോകുവാനല്ല, നമ്മുടെ മേൽ ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി, ഏറ്റവും വലിയൊരു പദ്ധതി, ദൈവത്തിന്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടണം. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളിലൂടെയും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. പകൽക്കാലം ഈ പ്രാരംഭ സമയത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത് അതാണ്, എന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. ഇതിന്റെ അകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളിലൂടെയും, എൻ്റെ ഭവനത്തിന്റെ അകത്ത് എന്നിലൂടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. എൻ്റെ ദേശത്തിന്റെ അകത്ത് എന്നിലൂടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണം. എന്നെ കേൾക്കുന്ന ദേവദാസന്മാര്, നാം ഒരിക്കൽ സുവിശേഷം കേട്ട് കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങിയവരാണ്. നാം സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഇപ്പോൾ ദൈവസഭയോട് ചേർന്നിരിക്കുമ്പോൾ അനേകർ സുവിശേഷം, നാം ആയിരിക്കുന്ന ആ ടൈമിൽ തന്നെ അനേകർ സുവിശേഷം കേട്ടിട്ടും അവർ കർത്താവിനെ വിശ്വസിച്ചില്ല. അവർ കർത്താവിൽ ആ സുവിശേഷത്തിന്റെ അകത്ത് വിശ്വസിച്ചില്ല. എന്നാൽ നാം യേശുവിനെ വിശ്വസിച്ചു. നമ്മുടെ ഭവനത്തിൽ നീ ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ മറ്റു പലരും അത് വിശ്വസിച്ചില്ല. നീ കർത്താവിനെ വിശ്വസിച്ചു. അതിന്റെ ആ ഒരു ഉദ്ദേശം, ദൈവിക തിരഞ്ഞെടുപ്പ് നിന്നിലുണ്ട്. ഭവനത്തിന്റെ അകത്ത് നീ ഒരുവളായിട്ടായിരിക്കാം കർത്താവിനെ അറിഞ്ഞത്. അങ്ങനെ എങ്കില് മറ്റു പലരും ഈ സുവിശേഷം കേട്ടതാണ്, അവരാരും വിശ്വസിച്ചില്ല. നീ മാത്രം എന്തുകൊണ്ടാണ് കർത്താവിനെ സ്വീകരിച്ചത്? ആ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും മറ്റെല്ലാവരും എതിർത്ത് നിന്നപ്പോഴും സുവിശേഷം കേട്ടപ്പോൾ നിന്നെ പോലെ തന്നെ മറ്റുള്ളവരും യേശുവിനെ അറിയാവുന്നവരായിരുന്നു. എന്നാൽ അവരാരും ആ കർത്താവിനെ സ്വീകരിക്കാതെ നീ മാത്രം കർത്താവിനെ സ്വീകരിച്ചതിന്റെ ഒരു ഉദ്ദേശം, ഒരു പദ്ധതി, ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. റമാന ഹസ്സേലേന് ആ പദ്ധതി, നിന്നിലൂടെ ദൈവനാമം മറ്റുള്ളവരിലേക്ക് മഹത്വപ്പെടണം. ലേഖനം വായിക്കുമ്പോൾ അറിയാം, നമുക്കത് വ്യക്തമായി മനസ്സിലാക്കും. ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മുടെ മേൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ടും സുവിശേഷകന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും ഇടയന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും നിയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപകൾ കർത്താവ് നൽകുന്നത്, ഒരു ജാതികന് ദൈവത്തിന്റെ കൃപ, അഭിഷേകം വീഴത്തില്ല. അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ വിശ്വസിച്ച് നിൽക്കുന്ന നമ്മുടെ മേലേക്കാണ് കൃപാവരങ്ങളെ കർത്താവ് കൈമാറുന്നത്. അപ്പോൾ കൃപാവരങ്ങൾക്ക് അവകാശപ്പെട്ടവരാണ് നാം. ദൈവിക കൃപ നമ്മുടെ മേൽ പകരണം. അത് നമ്മുടെ അവകാശമാണ്. കൃപാവരങ്ങൾ നമ്മിലെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം ദൈവരാജ്യത്തിൽ മഹത്വപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ മാത്രമേ ദൈവിക പദ്ധതികൾ തുറന്നു വരത്തുള്ളൂ. ഇന്ന് പകൽക്കാലം അതിന്റെ അവകാശികളാണ് നാം. ഒരു സാധാരണ വ്യക്തിയല്ല. നാം ഒരു സഭയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കണം. സഭയുടെ മുകളിൽ കയറരുത്. നാം സഭയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കണം. ഭവനത്തിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കണം. അതിനപ്പുറമായിട്ട് നമ്മുടെ മേൽ കടക്കുന്ന ഒരു കൃപയുണ്ട്. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളിയെ നാം ഒരിക്കലും ഒതുക്കി വെക്കരുത്.
ആ വിളിയെ നാം സാഹചര്യത്തിന്റെ അകത്ത് ഒതുക്കി വെക്കരുത്. നമ്മുടെ പ്രയാസത്തിന്റെ അകത്ത്, പ്രതികൂലത്തിന്റെ അകത്ത് നമ്മുടെ മേൽ കടക്കുന്ന വിളിയെ നാം ഒതുക്കി വെക്കരുത്. ആ ദൈവിക വിളി നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അതിന്റെ വലിപ്പത്തെ തിരിച്ചറിയണമെങ്കിൽ നാം ആ കേട്ട ദൂതിനെ, നമ്മുടെ മേൽ കടക്കുന്ന ആ ദൂത് റിലീസ് ആകുമ്പോൾ, അത് പ്രവൃത്തിയായി വെളിപ്പെടുമ്പോൾ മാത്രമേ ആ ദൂതിന്റെ ആഴത്തെ നാം മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവം ഒരു വ്യക്തിയെയും ചുമ്മാതെ വിളിക്കത്തില്ല. കർത്താവിനെ അറിഞ്ഞിപ്പോൾ സഭയിലായിരിപ്പുണ്ടെങ്കിൽ, നാം അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. ഒരു ദേശത്തിന് വേണ്ടി നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിന് വേണ്ടി കർത്താവ് നിന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. നിന്റെ മേൽ ചെറിയൊരു കൃപയാണ് ഉള്ളതെങ്കിലും ആ കൃപയ്ക്കകത്ത് ദൈവം നിന്നെ വളർത്തും. നിങ്ങൾ ചിന്തിച്ച്, ജോസഫിന്റെ മേല് ഇട്ടിരിക്കുന്ന ഒരു കൃപ, സ്വപ്നം എന്ന വ്യാഖ്യാനം. ജോസഫ് സ്വപ്നം കണ്ടു. ജോസഫിന്റെ മേലെ ദൈവം ഇട്ടിരിക്കുന്ന ഒരു കൃപ, സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു കൃപയാണ് ജോസഫിന്റെ മേലെ ദൈവം ഇട്ടിരിക്കുന്നത്. ഇത് ജോസഫിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അവൻ കണ്ട ആ വാഗ്ദത്തം, അവൻ കണ്ട ആ സ്വപ്നം, റാഷേലേന് ആ കണ്ടത് ആ സഹോദരന്മാരെക്കാൾ ഉയരത്തിൽ അവൻ എത്തുമെന്നുള്ളൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും അവനെ വണങ്ങുന്നു. അവന്റെ കറ്റയുടെ മുൻപിൽ സഹോദരന്മാരുടെ കറ്റ വണങ്ങി നിൽക്കുന്നു. ജോസഫ് കണ്ട ഒരു സ്വപ്നമാണ്. ജോസഫ് കണ്ടതൊരു സ്വപ്നമാണ്. ജോസഫിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു കൃപ, സ്വപ്നത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ള ഒരു കൃപയാണ്. പക്ഷെ ആ ഒരൊറ്റ കൃപ കൊണ്ട് നാം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ജോസഫിന് അധികമായിട്ട് പ്രവചിക്കുന്ന ആളാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ പ്രവചന ശുശ്രൂഷ ജോസഫിന്റെ മേൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ജോസഫിന്റെ മേൽ ഇട്ടിരിക്കുന്നതിനെ ജോസഫ് തിരിച്ചറിഞ്ഞു. അതിനെ ജോസഫ് കയറി പിടിച്ചപ്പോൾ ഒരൊറ്റ കൃപാവരം കൊണ്ട് ജോസഫ് എത്തിയത് അവന്റെ വാക്തത്വത്തിലേക്ക്. ആരും ചെന്നിട്ടില്ലാത്ത മന്ത്രി കസേരയിലേക്ക് ജോസഫ് എത്തിയത് ജോസഫിന്റെ മേൽ കടക്കുന്ന കൃപയെ ജോസഫ് തിരിച്ചറിഞ്ഞു. ദൈവം എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന കൃപ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനാണ്. അതിനെ ജോസഫ് കയറി പിടിച്ചപ്പോൾ, റമാസേലേനെ ദൈവം ജോസഫ് അതിനെ കയറി പിടിച്ചപ്പോൾ ദൈവം ജോസഫിന് വഴി ഒരുക്കിയത് റമാസേലേനെ ഫറവോൻ സ്വപ്നം കണ്ടു റമാസേലേനെ. ഫറവോൻ വേറെ ഏതെങ്കിലും പ്രവൃത്തിയല്ല കണ്ടത്, സ്വപ്നത്തെയാണ് ഫറവോന് കാണിച്ചു കൊടുത്തത്. കാരണം ജോസഫിന്റെ മേൽ കടക്കുന്ന കൃപ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഫറവോൻ സ്വപ്നമേ കാണത്തുള്ളൂ. റമാഷേലേനി സഗാർദി മഹസാലാന. ഇന്ന് പകൽക്കാലം എത്ര പേര് ഈ ദൂതിനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ മേൽ കടക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ അഭിഷേകമായിരിക്കാം. അതിനെ നീ ചെറുതായിട്ട് കാണരുത്. നിനക്ക് മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെ പോലെ അല്ല, നിനക്ക് പ്രത്യേകമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപയുണ്ടായിരിക്കും. പ്രവചന ശുശ്രൂഷ നിനക്ക് ഇല്ലായിരിക്കാം. ഒരു പ്രാർത്ഥനയുടെ അഭിഷേകമായിരിക്കാം നിന്റെ മേൽ കർത്താവ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അകത്തിലൂടെ ദൈവം നിന്നെ ആ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കും. ജോസഫിന്റെ മേൽ നൽകിയിരിക്കുന്നതിനെ അവൻ അത് മുഴുവനായിട്ട് സ്വീകരിച്ചു. അവന്റെ മേൽ ഇട്ടിരിക്കുന്ന കൃപ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ ഫറവോൻ സ്വപ്നമേ കാണത്തുള്ളൂ. ജോസഫ് ആ കൊട്ടാരത്തിൽ എത്തണമെങ്കിൽ ഫറവോൻ സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഫറവോൻ വേറെ ഒരു രീതിയിലും കാണത്തില്ല, സ്വപ്നത്തെ മാത്രമേ കാണത്തുള്ളൂ. എങ്കിൽ മാത്രമേ ജോസഫ് അവിടെ എത്തത്തുള്ളൂ. ജോസഫിന് കോൺഫിഡൻസോടെ ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവനെ ഇട്ടിരിക്കുന്ന കൃപയ്ക്കനുസരിച്ചാണ് അവന്റെ വഴികളെ ദൈവം തുറന്നു കൊടുത്തത്. ജോസഫിന്റെ മേൽ ഇട്ടിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ജോസഫിനുള്ള വഴിയെ തുറന്നു കൊടുത്തു. റമാസേറ്റേൽ അവന്റെ വിളിയെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് കർത്താവ് ചിലരെ അതുപോലെ, ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് കർത്താവ് ചിലരെ നിന്റെ മേൽ കടക്കുന്ന കൃപാവരത്തിനനുസരിച്ച് നിന്റെ മുൻപിൽ വഴികൾ തുറക്കും. നിനക്ക് ഷാർപ്പായിട്ട് പ്രവചനം പറയാൻ അറിയത്തില്ലായിരിക്കാം. അങ്ങനെ ഒരു കൃപ നിന്റെ മേൽ ഇല്ലായിരിക്കാം. എന്നേക്കാൾ പ്രവചനം പറയുന്ന ഒരുപാട് പേര് കാണുമായിരിക്കാം. പക്ഷെ നിന്റെ മേൽ ഇട്ടിരിക്കുന്നത് ഒരു വെളിപ്പാടിന്റെ,
ഒരു പ്രാർത്ഥനയുടെ അഭിഷേകമായിരിക്കാം. നീ അതിനെ ചെറുതായി കാണരുത്. ദൈവം തരുന്നതിനെ അതിനെ സ്വീകരിക്കുക. ദൈവം എന്നെ ഉയർത്തുവാൻ, ദൈവം എന്നെ അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എൻ്റെ മേൽ തന്നിരിക്കുന്നതിനെ തിരിച്ചറിയുക. ഇന്ന് പകൽക്കാലം അതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവിക പദ്ധതികൾ തുറന്നു വരുന്നത്. നമ്മെക്കുറിച്ചുള്ള വിളിയെ നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ മേൽ ദൈവിക പദ്ധതികൾ തുറന്നു വരുന്നത്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തും. നാം സാധാരണക്കാരനല്ല, സാധാരണക്കാരിയല്ല. എന്റെ ദേശത്ത് ഒരുപാട് പേരുണ്ട്, അവർക്ക് ആർക്കും ലഭിക്കാത്തതൊന്നും എനിക്ക് ലഭിച്ചു. ഞാൻ കർത്താവിനെ വിശ്വസിച്ചു. എന്റെ കുടുംബങ്ങളില് മറ്റാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ മേൽ ഒരു ദൈവിക പദ്ധതി ഉണ്ട്. ദൈവം എന്നെ അവരുടെ മുൻപിൽ ഉയർത്തുവാൻ, ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവനാമ മഹത്വം എടുക്കണമെങ്കിൽ, അവർ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ, നിന്നിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ തുറന്നു വരണം. ദൈവിക പദ്ധതി നിന്റെ മേൽ വെളിപ്പെടണം. ഇന്ന് നിന്നെ കുറ്റം പറയുന്നത്, നിന്നെ പരിഹസിക്കുന്ന അവരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നീ ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യണം. നീ താഴ്ചയിലോട്ട് പോയാല് ദൈവനാമം മഹത്വപ്പെടുകയല്ല, ദൈവനാമം മഹത്വപ്പെടുകയല്ല. നീ താഴ്ചയിലോട്ട് പോയി കഴിഞ്ഞാല് അവർ നിന്നെ കുറ്റപ്പെടുത്തും, അപ്പോൾ ദൈവനാമം മഹത്വപ്പെടുകയല്ല. അവരുടെ മുൻപില് നീ ഉയർച്ച പ്രാപിക്കുമ്പോൾ നിന്റെ മേൽ കടക്കുന്ന, നമ്മുടെ മേൽ കടക്കുന്ന കൃപാവരങ്ങളാല്, അഭിഷേകത്താല് നാം അതിനെ സ്വീകരിക്കുമ്പോൾ അവരുടെ മുൻപിൽ നാം മഹത്വപ്പെടും, ദൈവനാമം മഹത്വപ്പെടും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സാന്നിധ്യം ഇതിന് നടുവിൽ ചലിക്കുന്നുണ്ട്. നമ്മുടെ മേൽ കടക്കുന്ന വിളിയെ നാം തിരിച്ചറിഞ്ഞാല്, ഈ നാം വളരെ സിമ്പിളായിട്ട് മുൻപോട്ട് പോകും. വിളിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മേൽ വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടും, വലിയ സന്തോഷമുണ്ടാകും. എന്റെ മുൻപില് ഇപ്പോൾ നീ തനിച്ചായിരിക്കാം, പക്ഷേ എന്നോട് കൂടെ ഒരു കൂട്ടമുണ്ടാകും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഭവനത്തിന്റെ അകത്ത് ഒതുങ്ങിയിരിക്കുവാനല്ല, ഭവനത്തിന്റെ അകത്ത് പാസ്റ്റർ ചെയ്തോളും, ദൈവദാസി ചെയ്തോളും എന്ന് പറഞ്ഞ് നാം ഒതുങ്ങിയിരിക്കുവാനല്ല. എന്റെ മേലൊരു പ്രവചന ശുശ്രൂഷയോ അധികാര ശുശ്രൂഷയോ അങ്ങനെ ഒന്നുമില്ല എന്നും പറഞ്ഞ് ഒതുങ്ങിയിരിക്കരുത്. കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ എന്തെങ്കിലും ഇടും. നീ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ കർത്താവ് എന്തെങ്കിലും ഇടാതെ നമ്മുടെ കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി നമ്മെ കണ്ടിരിക്കുന്നതാണ്. നാം സാധാരണ വ്യക്തിയല്ല. ഇന്ന് അതിനെ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതിനെ തിരിച്ചറിയുമ്പോഴാണ് നിന്റെ പ്രതിസന്ധികൾ മാറുന്നത്, പ്രതികൂലങ്ങൾ മാറുന്നത്. ഒരു വ്യക്തിയെ നാം ഇന്ന് പകൽക്കാലം ഒരു വ്യക്തിയെ തൊട്ട് നാം ഇതിന്റെ ആഴത്തിലേക്കൊന്ന് കയറി എന്ന് നാം പ്രാർത്ഥിച്ച് ആ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഓരോ വ്യക്തികളുടെ മേലും ആ ചലനങ്ങൾ ഉണ്ടാകും. നാം പത്രോസ് എന്ന വ്യക്തിയെ അത് നോക്കുമ്പോൾ, പത്രോസിന്റെ മേൽ കടക്കുന്ന വിളിയെ ആദ്യമേ തിരിച്ചറിഞ്ഞത് യേശു കർത്താവാണ്. പത്രോസ് തന്റെ ജോലി മുക്കുവനാണ്. ആ മീൻപിടുത്തം കഴിഞ്ഞ് തിരികെ മടങ്ങി വരുമ്പോൾ ഒന്നുമില്ലാതെ അവൻ പടകുമായി നിൽക്കുമ്പോൾ, വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ പടകിലേക്ക് യേശു കർത്താവ് കയറി സുവിശേഷം പറഞ്ഞതിന് ശേഷം പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇപ്പോൾ പത്രോസ് ആരാണ്? പത്രോസ് ഒരു മുക്കുവനാണ്.
ഞാൻ പറയുന്നത് കേൾക്കാവോ? അല്പസമയം സ്ട്രക്കായി. ഓക്കെ ഓക്കെ, നെറ്റ് കുറവാന്ന് തോന്നുന്നു. പത്രോസിന്റെ മേൽ കടക്കുന്ന ആ വിളിയെ പത്രോസിന്റെ മേൽ കടക്കുന്ന ആ വിളിയെ തിരിച്ചറിഞ്ഞത് യേശു കർത്താവാണ്. ആ വിളിയെ തിരിച്ചറിഞ്ഞപ്പോൾ നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് ഒരുപക്ഷെ ചിന്തിച്ച് കാണത്തില്ല അവന്റെ മേൽ കടക്കുന്ന വിളിയുടെ വലിപ്പത്തെ. വീണ്ടും പത്രോസിനോട് ഒരു ദൂതും കൂടെ പറയുന്നുണ്ട്. യേശു കർത്താവ് പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ്. പരിയോനാ ശീമോനെ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് പറഞ്ഞ ഒരു ചോദ്യത്തിന് പരിയോനാ ശീമോനെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാകുന്നു. പരിയോനാ ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പത്രോസിനോട് രണ്ടാമത് ഒരു പ്രവചന ദൂതും കൂടെ പറയുമ്പോൾ പത്രോസ് ഒരുപക്ഷെ പത്രോസ് അറിഞ്ഞു കാണത്തില്ല തൻ്റെ മേൽ കടക്കുന്ന ദൈവിക പദ്ധതിയും തൻ്റെ മേൽ കടക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്താന്ന് പത്രോസിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് താൻ യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം താൻ വീണ്ടും പഴയ പണിയിലേക്ക് പോയത്. അവന്റെ പഴയ പണിയിലേക്ക് പോയതിന്റെ ഏറ്റവും വലിയ കാരണം അവന്റെ മേൽ കടക്കുന്ന വിളിയെയും ആ വലിപ്പത്തെയും പത്രോസിന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അവന്റെ മേൽ കടക്കുന്ന വിളിയെയും അവന്റെ മേൽ കടക്കുന്ന ശുശ്രൂഷയും പത്രോസ് അറിഞ്ഞിരുന്നെങ്കിൽ പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറയത്തില്ല. താൻ പഴയ പണിയിലേക്ക് പത്രോസ് പോകത്തുമില്ല. എന്നാൽ പത്രോസിന്റെ മേൽ കടക്കുന്ന ദൈവിക പദ്ധതിയെ തിരിച്ചറിയുന്ന രണ്ട് പേരുണ്ട് റമാസച്ചയില്. പത്രോസിന്റെ മേൽ കടക്കുന്ന വിളി, തന്റെ മേൽ കടക്കുന്ന ദൈവിക പദ്ധതിയെ തിരിച്ചറിയുന്ന 2 പേരുണ്ട്. 1 കർത്താവിനും അറിയാം, 2 പൈശാചിക മണ്ഡലങ്ങൾക്കും അറിയാം. പൈശാചിക മണ്ഡലങ്ങൾക്ക് നന്നായി അറിയാം പത്രോസിന്റെ മേൽ കടക്കുന്ന പദ്ധതി എന്താണ്. അവനാണ് ആദിമ സഭയുടെ അടിത്തറയിടേണ്ടവൻ, അവനാണ് പുതിയ നിയമസഭയ്ക്ക് അടിസ്ഥാനമിടേണ്ടവൻ. പത്രോസിലൂടെയാണ് ദൈവിക പദ്ധതികളെ തുറന്നു വരേണ്ടത്. അതുകൊണ്ട് തന്നെ പൈശാചിക മേഖലകൾക്ക് നന്നായി അറിയാം പത്രോസിലൂടെയാണ് പുതിയ ഒരു വാതിൽ തുറക്കുന്നത്. ഇത് കർത്താവിനും അറിയാം പത്രോസിലൂടെയാണ് ദൈവിക പദ്ധതികൾ തുറക്കുവാൻ സാധിക്കുന്നത്. അവന്റെ മേൽ കടക്കുന്ന വിളി ചെറുതല്ലെന്ന് കർത്താവിനും അറിയാം, പൈശാചിക മേഖലകൾക്കും അറിയാം. പത്രോസിനോട് പറഞ്ഞ ആ പ്രവചനത്തിന്റെ ആ ടൈം ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. യേശു കർത്താവിന്റെ ശുശ്രൂഷ ഒരു 3.5 വർഷക്കാലമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3.5 വർഷത്തിന്റെ ഇടയിലാണ് പത്രോസിനോട് പറയുന്നത് ഈ പ്രവചനത്തിന്റെ ആ ടൈം ഒരു 3.5 വർഷമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഈ 3.5 വർഷത്തിന്റെ ഇടയിൽ നാം നോക്കിക്കഴിഞ്ഞാൽ പത്രോസിനെ പലപ്പോഴും ആ പ്രവചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ഒരു പ്രവചനത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ ആ ദൈവിക പദ്ധതിയിലേക്ക് പത്രോസിനെ കയറ്റാത്ത വിധം പിശാച് പല തന്ത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവന്റെ മൈൻഡിനെ, അവന്റെ ചിന്തയെ കയറി പിടിച്ചു. യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. അവൻ എവിടെയാണോ തുടങ്ങിയത് അങ്ങോട്ടേക്ക് അവനെ വലിച്ചു കൊണ്ടുപോയി. പത്രോസ് തുടങ്ങിയ ഇടത്ത് തന്നെ പത്രോസിനെ കൊണ്ടുവന്ന് നിർത്തി. അവൻ വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ചവനാണ്. എന്നാൽ അവനെ വീണ്ടും അവിടേക്ക് തന്നെ തിരികെ മടക്കിക്കൊണ്ടുപോയ ഒരു പൈശാചിക ആധിപത്യം ഏത് വിധേനയും ഇവന്റെ ആ പ്രവചനത്തിലേക്ക് എത്തരുത്, ഇവന്റെ പ്രവചനം നിവർത്തിയാകരുത്, ഇവൻ ആ ദൂതിലേക്ക് കയറരുത്, ഇവന്റെ ആ വിളിയിലേക്ക് ഇവൻ കയറരുത്. വിളിയിലേക്ക് കയറിയാൽ ഇവനെ പിന്നെ പിടിച്ച
പിടിച്ചാൽ കിട്ടത്തില്ല. ആ പ്രവചനം ഇവന്റെ മേൽ നിവർത്തിയായാൽ ഇവനെ പിടിച്ചാൽ കിട്ടത്തില്ല. ഈ ടൈമിൽ ആ പ്രവചന നിവർത്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ്, ആ മാളിക മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവനെ പിന്തിരിപ്പിക്കണം, ഇവനെ ഇല്ലാതെയാക്കണം, ഇവനെ കർത്താവിൽ നിന്നും അകറ്റണം. എന്ന ആ പദ്ധതി കൊണ്ട് പിശാച് വന്നപ്പോൾ ആ മറു സൈഡിൽ പത്രോസിന്റെ മേൽ കടക്കുന്ന ആ വിളിയെ അറിയാവുന്ന യേശു കർത്താവ്, പത്രോസിന്റെ മേൽ കടക്കുന്ന വിളിയെ അറിയാവുന്ന യേശു കർത്താവ്, പത്രോസ് അന്ന് വരെയും പത്രോസിന് അറിയത്തില്ല അവന്റെ മേൽ കടക്കുന്ന പദ്ധതി. അതുകൊണ്ട് തന്നെ അവൻ പിന്മാറി പോയിട്ടും അവന്റെ മേൽ കടക്കുന്ന ദൈവിക പദ്ധതിയെ അവനോട് പറഞ്ഞ് ആ പ്രവചനത്തെ നിവൃത്തിയാക്കുവാൻ വേണ്ടി ആ കരയിൽ വന്ന് നിന്നത്, യേശു കർത്താവ് നിന്നത് മറ്റാരെയും കാണുവാൻ വേണ്ടിയല്ല. ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ അകത്ത് പത്രോസിനെ മാത്രം തിരക്കിയാണ് കർത്താവ് ആ കരയിൽ അവിടെ വന്ന് നിന്നത്. റമാന ഹസേക്കേറ്റേലേനെ. അത് വ്യക്തമായ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാകും. പത്രോസിനോട് മാത്രമാണ് യേശു കർത്താവ് സംസാരിക്കുന്നത്. പത്രോസെ, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? 3 വട്ടം പറഞ്ഞു, നീ എന്റെ ആടുകളെ മേയ്ക്കുക. നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ എന്ന് 3 വട്ടം ചോദിച്ചു. എന്റെ ആടുകളെ മേയ്ക്കുക എന്നും. വേറൊരു ശിഷ്യന്മാരോടും ചോദിച്ചില്ല, പത്രോസിനോട് മാത്രം ചോദിച്ചു. കാരണം അവന്റെ മേൽ കടക്കുന്ന വിളി അത്ര വലിയൊരു വിളിയാണ്. ഇതിന്റെ അകത്തുനിന്ന് പുറകോട്ട് പോകരുത്, പത്രോസ് പുറകോട്ട് പോകരുത്. അവന്റെ വാഗ്ദത്ത സമയം അടുത്തു എന്ന് കർത്താവിനറിയാം. ആളിക മുറിയിൽ പത്രോസ് കയറണം. അവന്റെ വാഗ്ദത്ത ടൈം അടുത്തു. വാഗ്ദത്ത ടൈം അടുക്കുമ്പോൾ, ആ ഒരു നിവർത്തിയിലേക്ക് എത്തുമ്പോൾ പൈശാചിക മേഖലകൾ പിറകോട്ട് വലിക്കുന്ന ആ ആധിപത്യത്തെ പൊളിക്കുന്ന ആ ദൈവത്തിന്റെ ശബ്ദം, ദൈവ ശബ്ദം ഇന്ന് പകൽക്കാലം ചില വ്യക്തികളുടെ മേലേക്ക് ആ ദൈവ സാന്നിധ്യം ചലിക്കുകയാണ്. വാഗ്ദത്ത ടൈം അടുക്കുമ്പോൾ, ആ വാഗ്ദത്തത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിന്നെ പിറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങള്, നിന്റെ മൈൻഡിനോട് പോരാടുന്ന, നിന്റെ ചിന്തകളോട് പോരാടുന്ന സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമാക്കിക്കൊണ്ട് ഇനി ഒരു സാധ്യതയില്ല, ഇനി അത് നടക്കത്തില്ല. ദൈവം പറഞ്ഞ ദൂതിന്റെ മീതെ നെഗറ്റീവ് ചിന്തകള്, നെഗറ്റീവ് വാക്കുകള്, അവിശ്വാസത്തിന്റെ വാക്കുകള് വ്യക്തികളിലൂടെ കടത്തിവിട്ടുകൊണ്ട് നിന്റെ മൈൻഡിനെ, നിന്റെ ഹൃദയത്തെ പിശാച് ആ ദൂത് നീ പ്രാപിക്കരുതെന്ന് പറഞ്ഞ് നിനക്കെതിരെ വിടുന്ന ആ പ്രതികൂലങ്ങള് ഇന്ന് പകൽക്കാലം അതിനെ തിരിച്ചറിയുക. എത്രത്തോളം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ കൊണ്ടുവന്നാലും പിശാച് എത്രത്തോളം നിന്നെ പിറകോട്ട് വലിച്ചാലും, നിന്നെ പഴയ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയാലും ദൈവ ശബ്ദം നിന്നെ ആ വാഗ്ദത്തത്തിലേക്ക് കയറ്റുക തന്നെ ചെയ്യും. ദൈവ ശബ്ദം നിന്നെ വാഗ്ദത്തത്തിലേക്ക് കയറ്റുക തന്നെ ചെയ്യും. കർത്താവ് പത്രോസിനെ നോക്കി നിന്നു. പത്രോസിനോട് കർത്താവ് സംസാരിച്ചപ്പോൾ ദൈവ ശബ്ദം പത്രോസിന്റെ മേൽ വീണപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവന്റെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളെ എല്ലാം നീക്കിയിട്ട് മാളിക മുറിയിലേക്ക് പത്രോസിനെ കയറ്റിയതുപോലെ മാളിക മുറിയിലാണ് അവന്റെ വാഗ്ദത്തം തുറക്കുന്നത്. മാളിക മുറിയിലാണ് അവന്റെ മേൽ കടക്കുന്ന വിളിയുടെ വലിപ്പത്തെ പത്രോസ് അറിയുന്നത്. അതുവരെയും പൈശാചിക മേഖലകൾക്കും കർത്താവിനും മാത്രമേ അറിയാവുന്നുള്ളൂ പത്രോസിന്റെ മേൽ കടക്കുന്ന വിളിയുടെ വലിപ്പത്തെ. എന്നാൽ മാളിക മുറിയിലേക്ക് നാം കയറുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ വീണപ്പോൾ, പത്രോസിന്റെ ഹൃദയത്തിന്റെ കണ്ണു തുറന്നു. ആ വായിച്ച വചനം മറന്നു പോകരുത്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. പത്രോസിന് അന്നു വരെയും അറിയത്തില്ല അവന്റെ മേൽ കടക്കുന്ന വിളി എന്താണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വീണപ്പോൾ പത്രോസിന് മനസ്സിലായി തന്റെ മേൽ കടക്കുന്ന പദ്ധതി ചെറുതല്ല എന്ന്. ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. പത്രോസ് ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ പത്രോസിന് മനസ്സിലായി തന്റെ മേൽ ഇട്ടിരിക്കുന്ന ആ വിളി ചെറിയ വിളിയല്ല. തന്റെ മേൽ ഇട്ടിരിക്കുന്ന ദൈവിക പദ്ധതി ചെറുതല്ലായിരുന്നു. അന്ന് കർത്താവ് 2-3 വാക്കുകൾ കൊണ്ട് പറഞ്ഞ ദൂതിന്റെ വലിപ്പത്തെ അത് നിവൃത്തിയായപ്പോഴാണ് മനസ്സിലായത്.
നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ തന്റെ ഒറ്റ പ്രസംഗത്തിന്റെ അകത്ത് 3000 പേര് റമാഷേലേന് ദൈവരാജ്യത്തിലേക്ക് വരുമെന്ന് പത്രോസ് ചിന്തിച്ചില്ല. മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ചിന്തയിൽ പത്രോസ് വല്ല 10-20 പേരെ ആയിരിക്കാം ചിന്തിച്ചത്, 100-200 പേരെ ആയിരിക്കും ചിന്തിച്ചത് റമാഷേലേന്. എന്നാൽ പത്രോസ് എത്ര ചിന്തിച്ചു അതിനേക്കാളും വലുതാണ് കർത്താവ് കൊടുത്തത്. പത്രോസ് ഒരിക്കലും ഒരു 3000 പേരെ ചിന്തിച്ച് കാണത്തില്ല റമാഷേലേന്. അവന്റെ ഒറ്റ പ്രസംഗത്തിന്റെ അകത്ത് 3000 പേരുടെ കണ്ണു തുറന്നെങ്കിൽ, പത്രോസിന്റെ കണ്ണു തുറന്നപ്പോൾ, ഹൃദയദൃഷ്ടി തുറന്നപ്പോൾ 3000 പേരുടെ റമാസ് എലീന ഷറാദിമാനി ഹസീക ചാലാന. ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണ് കർത്താവ് തുറന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നിലൂടെ വെളിപ്പെടേണ്ട മഹത്വത്തെ റാഷ ചാലാന അത് നീ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. നിന്നോട് പറഞ്ഞ വാക്തത്വം, നീ ഒരു പ്രവാചകനാണ്, നീ ഒരു പ്രവാചകിയാണ്, നിന്റെ മേൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ഉണ്ട് എന്ന് ഒരു ദൈവദാസനിലൂടെ നീ ഒരു പ്രവചനം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് നീ എത്ര അതിനെ ചിന്തിക്കുന്നു അതിനേക്കാളും വലുതേ നിന്റെ ലൈഫില് അത് വെളിപ്പെട്ടു വരത്തുള്ളൂ. റമ ഷറാദിമാന ഹസേകേലേന്. ഇന്ന് പകൽക്കാലം എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? നീ കേട്ട വാഗ്ദത്തം നിനക്ക് എത്രത്തോളം അതിനെ വലുതായി ചിന്തിക്കാമോ അതിനേക്കാളും അപ്പുറമായിട്ട് അത് പ്രവൃത്തിയിൽ വെളിപ്പെടത്തുള്ളൂ. റിമാ ഷഖാചാലാന. ഒരു മനുഷ്യന്റെ ചിന്തയ്ക്കകത്തും ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ വാഗ്ദത്തം. ഒരു മനുഷ്യന്റെ ചിന്തയ്ക്കകത്തും ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് പകല് അത് വിശ്വസിക്കുന്നവർ നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു സാധാരണക്കാരിയല്ല. ദൈവം നിന്റെ മേൽ ഇട്ടിരിക്കുന്ന കൃപാവരത്തെ അതിലൂടെ ദൈവം നിന്നെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നു പകല ചിലരുടെ മേലേക്ക് ആ ദൈവ സാന്നിധ്യം ചലിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്നു പകൽ ചിലരുടെ മേലെ ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഒരു സാധാരണ വ്യക്തിയല്ല. ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ദൈവിക പദ്ധതിക്ക് വേണ്ടി നീ ഒരുങ്ങുക. നീ കാല് ചവിട്ടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്തെ കർത്താവ് വെളിപ്പെടുത്തും. യഥാർത്ഥമായ നിന്റെ മേൽ കടക്കുന്ന വിളിയെ ദൈവം അത് വെളിപ്പെടുത്തും. ഇന്നു പകല് ചില സംശയങ്ങളെ കർത്താവ് എടുത്തു നീക്കുന്നു, നിൽക്കുന്നു. നീ മുൻപോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ദൈവം നിന്നോട് സംസാരിക്കും. ഒരു പ്രവാചകനിലൂടെയല്ല, കർത്താവ് നിന്നോട് അത് വെളിപ്പെടുത്തും. നിന്റെ ലൈഫിൽ ചിലത് വെളിപ്പെടുത്തും. നിന്റെ വഴി ഇതാണെന്ന് ദൈവം കൺഫേം ചെയ്യും. ദൈവം വെളിപ്പെടുത്തും. എന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകുക, ദേശം വിടുക, നിന്റെ പിതൃദേശം, നിന്റെ ദേശം വിടുക, പിതൃഭവനത്തെ വിടുക, ചാർച്ചക്കാരെ വിടുക. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. മറാഹസേറ്റയിലെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്. അബ്രഹാം ഈ വാഗ്ദത്തം കേട്ട് ദൈവിക പദ്ധതിയിലേക്ക് ഇറങ്ങുമ്പോൾ, കനാനിൽ ചെല്ലുമ്പോൾ, കനാനിൽ അബ്രഹാമിന്റെ കാല് ചവിട്ടുമ്പോൾ അബ്രഹാം ദൈവ ശബ്ദം കേൾക്കുകയാണ്. മാറാഹസേറ്റയിലെ ഈ ദേശം നിന്റെ തലമുറയ്ക്ക് ഞാൻ അവകാശമായി നൽകും. ഈ ദേശം ഞാൻ നിന്റെ തലമുറയ്ക്ക് അവകാശമായി നൽകും. ആ ദേശത്ത് അബ്രഹാം കാല് ചവിട്ടിയപ്പോൾ അബ്രഹാമിന്റെ മേൽ കിടക്കുന്ന ദൈവിക പദ്ധതി തുറന്നു. വാഗ്ദത്ത മണ്ണിൽ അബ്രഹാം ഉറച്ചു. അവിടെ ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ
ആ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ ദേശത്തു നിന്നും അബ്രഹാം മിസ്രൈമിലേക്ക് പോവുകയാണ്. മിസ്രൈമിൽ അബ്രഹാം കാല് ചവിട്ടിയപ്പോൾ തന്നെ ദൈവശബ്ദമല്ല കേട്ടത്. അബ്രഹാം തന്റെ നാവ് കൊണ്ട് നുണ പറയാൻ തുടങ്ങി. ഷമാർദി ഹസാചാല, തന്നോട് കൂടെയുള്ളത് സഹോദരിയാണെന്ന്. വാഗ്ദത്ത ഭൂമിയിൽ നിന്നും അബ്രഹാം മിസ്രൈമിലെത്തിയപ്പോൾ, മിസ്രൈമിലേക്ക് പോകുവാൻ അബ്രഹാമിനോട് ദൈവം പറഞ്ഞില്ല. എന്നാൽ കനാനിൽ എത്തിയപ്പോൾ ദൈവം സംസാരിച്ചു. കനാനിലെത്തിയപ്പോൾ അവൻ ദൈവശബ്ദം കേട്ടു. എന്നാൽ മിസ്രൈമിൽ ചെന്നപ്പോൾ അവന്റെ നാവിൽ നിന്നും നുണ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വാഗ്ദത്ത ഭൂമിയെ തിരിച്ചറിയണം. യഥാർത്ഥമായ റൈറ്റായ ഇടം. മിസ്രൈമിൽ അബ്രഹാമിന് നുണ പറയേണ്ടി വന്നു. അവന് നഷ്ടങ്ങൾ ഉണ്ടായി. ഭാര്യ മറാഹസേറ്റേലേനെ ഫറവോന് നൽകേണ്ടി വന്നു. റമാഷേറ്റേലെ, അവിടെ വലിയ പ്രതിസന്ധി അവനുണ്ടായി. എന്നാൽ മിസ്രൈമിൽ അവന് നിൽക്കുവാൻ സാധിച്ചില്ല. തിരികെ മടങ്ങി വന്നപ്പോൾ വീണ്ടും അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. വാഗ്ദത്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ, നിന്റെ റൈറ്റായ വഴിയിലൂടെ നീ നിൽക്കുമ്പോൾ, റൈറ്റായ വഴിയിലൂടെ നടക്കുമ്പോഴേ ദൈവ ശബ്ദം നിനക്ക് കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം മറാസേറ്റേലേനെ ചില സ്ഥലങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ എടുത്തു മാറ്റും. റൈറ്റായ ഇടത്ത് കർത്താവ് നിന്നെ ഉറപ്പിക്കും. റൈറ്റ് അല്ലാത്ത ഇടത്ത് നിൽക്കുമ്പോൾ, വാഗ്ദത്തമുള്ള നീ, ദൈവിക പദ്ധതിയുള്ള നീ റൈറ്റ് അല്ലാത്ത ഇടത്ത് നിന്നാലുള്ള പ്രശ്നം, ദൈവശബ്ദം നിനക്ക് കേൾക്കുവാൻ സാധിക്കത്തില്ല. ദൈവ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടത്തില്ല. നീ ഒരുപാട് ദൂത് കേട്ടവനായിരിക്കാം, നീ ഒരുപാട് പ്രവചനം കേട്ടവനായിരിക്കാം, നിന്റെ മേൽ ദൈവിക പദ്ധതി ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറയാത്ത ഇടത്ത് നിൽക്കുമ്പോൾ ദൈവം ചലിക്കത്തില്ല. റമാഹസേറ്റ്, ദൈവിക പദ്ധതി വെളിപ്പെടത്തില്ല. അവിടെ നിന്നുകൊണ്ട് ഒരുപാട് നാം നിരാശപ്പെടും. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. മറാസേറ്റ്, ആത്മീയത്തിൽ നിന്ന് തന്നെ പിറകോട്ട് പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം. കാരണം ദൈവിക പദ്ധതിക്കകത്തല്ല നിൽക്കുന്നത്. ദൈവിക പദ്ധതിക്കകത്തല്ല നിൽക്കുന്നതെങ്കിൽ അവിടെ നിരാശകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ദൈവ ശബ്ദം നിനക്ക് ഇല്ലാതെയാകും, ദൈവിക പദ്ധതി നിന്റെ മേൽ തുറക്കാതെയാകും. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രതികൂലം അതാണ്. പിശാചല്ല നിന്നോട് പോരടിക്കുന്നത്, പിശാചല്ല നിന്നെ തകർക്കുന്നത്. നിന്നെ വിളിച്ച ആ കർത്താവിന്റെ ആ വിളിക്കനുസരിച്ച് നീ നിൽക്കാത്തത് കൊണ്ട്, ദൈവിക പദ്ധതിക്കനുസരിച്ച് നിൽക്കാത്തത് കൊണ്ടാണ് ചില പ്രതിസന്ധികൾ വരുന്നത്. എല്ലാം പിശാചാണെന്ന് പറഞ്ഞ് നാം പിശാചിനെ പഴിവെക്കരുത്. റമാസേറ്റ്, എല്ലാം ദേശത്തിന്റെ ശക്തിയാണെന്ന് പറഞ്ഞ് ദേശശക്തിയെ നാം പഴിവെക്കരുത്. ദേശത്തിന്റെ ശക്തിയുണ്ട്, പൈശാചിക മണ്ഡലങ്ങളുണ്ട്. എന്നാല് ദൈവിക പദ്ധതിയിൽ നിന്നും നാം മാറിപ്പോയി കഴിയുമ്പോഴുള്ള പ്രതിസന്ധി, അത് മാറണമെങ്കിൽ റൈറ്റായ വഴിയിലേക്ക് നാം തിരിയണം. റൈറ്റായ വഴിയിലേക്ക് നാം തിരിഞ്ഞെങ്കിൽ മാത്രമേ ദൈവിക പദ്ധതി വീണ്ടും തുറക്കത്തുള്ളൂ. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം നൽകത്തുള്ളൂ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുകയാണ്. റൈറ്റായ ഇടത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. യു ടേൺ എടുക്കും. മറാസേറ്റ്, ഈ നിൽക്കുന്ന ഇടത്തു നിന്നും കർത്താവ് ചിലതിനെ പറിച്ചു കൊണ്ടുവന്ന് ദൈവിക പദ്ധതിയിലേക്ക് തിരികെ കൊണ്ടുവന്ന് നിർത്തും. അബ്രഹാമിനെ തിരികെ ആ ദേശത്തിലേക്ക്, വാഗ്ദത്ത ദേശത്തിലേക്ക് തിരികെ കൊണ്ടുവന്നപ്പോൾ വീണ്ടും ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അവിടെ വെച്ചാണ് ദൈവം സംസാരിക്കുന്നത്. നീ തലപൊക്കി നോക്കുക. റമാഷേറ്റേലെ, നീ കാണുന്ന ഇടം നിനക്കും നിന്റെ തലമുറയ്ക്ക് നൽകും. മറാസേറ്റേലെ, നിന്റെ തലമുറയ്ക്ക് നൽകും. ദേശത്തിന്റെ നെടുകയും കുറുകയും നടക്കുക. ദൈവ ശബ്ദം കേൾക്കുന്നത് വീണ്ടും കനാനിൽ അബ്രഹാം എത്തിയപ്പോഴാണ്.
വാഗ്ദത്ത ദേശത്ത് അബ്രഹാം എത്തിയപ്പോഴാണ്. ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ദൈവ ശബ്ദം, കർത്താവ് എന്താണ് സംസാരിക്കാത്തത്? ഈ വിഷയത്തിന്റെ അകത്ത് കർത്താവ് എന്താണ് സംസാരിക്കാത്തത്? എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ? റമാഷ്, എന്റെ അവസ്ഥ കർത്താവ് കാണുന്നില്ലേ? റീമാന ഷറാദിമ ഹസീകേറ്റേലേനെ. ഇന്ന് പകല് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിന്നെ റൈറ്റായി ഇടത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിന്നെ കർത്താവ് മാനിക്കും. ചിലരെ കർത്താവ് തിരിക്കും. അതുകൊണ്ടല്ലേ എമ്മോസിലേക്ക് പോയ ഒരു ഭവനത്തെ, യെരൂശലേമിൽ നിന്നും എമ്മോസിലേക്ക് പോയ ഒരു ഭവനം, അവർ വാഗ്ദത്തത്തിൽ നിന്നും പുറത്തോട്ട് പോവുകയാണ്. യെരൂശലേമാണ് വാഗ്ദത്തം. യെരൂശലേമിൽ അടുത്ത ദിവസങ്ങളിൽ മാളിക മുറിയില് ഈ ഭവനവും ഇരിക്കേണ്ടതാണ്. അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കേണ്ടവരാണ്. എന്നാൽ ഇവർ യെരൂശലേമിൽ നിന്നും എമ്മോസിലേക്ക് പോവുകയാണ്. യെരൂശലേമാണ് വാഗ്ദത്ത ഭൂമി. യെരൂശലേമിലാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേലും 120 പേരുടെ മേല് അത് വെളിപ്പെടേണ്ടത്. അതിന്റെ അകത്ത് ദൈവം സെലക്ട് ചെയ്ത വ്യക്തികളാണ് എമ്മോസിലേക്ക് പോകുന്നത്. യേശു കർത്താവ് അവരോട് ചേർന്ന് നടന്നു, വചനത്തെ അവരോട് സംസാരിച്ചു. അവരുടെ ഉള്ളം കത്തി. അവരുടെ ഉള്ളം കത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി റമാഷേല് അന്ന് കർത്താവ് അവർ ആ യെരൂശലേമിൽ നിന്നും എമ്മോസിൽ നിന്നും യെരൂശലേമിലേക്ക് തിരികെ മടങ്ങി റമാനാശേല് തിരികെ യെരൂശലേമിലേക്ക് അവർ ചെന്നു. അവർ ആ വാഗ്ദത്തത്തെ പ്രാപിച്ചു. ആ 120 പേരുടെ അകത്ത് ഈ വ്യക്തികളുടെയും പേര് ദൈവം മുന്നമേ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. റമാസേല് 120 പേരുടെ കൂടെ ഇവരുടെ പേരും ദൈവം മുന്നമേ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ദൈവിക പദ്ധതികൾ തുറക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. നിന്റെ മേൽ കർത്താവ് പകരേണ്ടത് റമാഷേല് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ട ചില ഇടങ്ങളുണ്ട്. അത് ദൈവിക പദ്ധതി. നമ്മെ വിളിക്കുമ്പോൾ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നതാണ്. നമ്മുടെ മേൽ അത് പകർന്നതാണ്. ആ വഴിയിലൂടെ നാം ചെന്നെങ്കിൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ആ വഴിയിലൂടെ ചെന്നെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂതിനെ തിരിക്കുകയാണ്. റമാഷറ്റ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ദൂതിനെ തിരിക്കുകയാണ്. ചില സ്ഥലങ്ങൾ റമാസറ്റ്, ചില സ്ഥലങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ആക്കി വച്ചിരിക്കുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ മാത്രമേ ദൈവിക പദ്ധതി നിന്റെ മേൽ തുറക്കത്തുള്ളൂ. ഇത് നിനക്ക് വേണ്ടി കർത്താവ് ആക്കി വച്ചിരിക്കുന്ന ചില ഭവനങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, സഭകളുണ്ട്, റമാഷ് മീറ്റിങ്ങുകളുണ്ട്, ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. അവരുടെ അരികിൽ ചെല്ലുമ്പോൾ ദൈവിക പദ്ധതികൾ തുറക്കും. മാഷാചാല ഇന്നു പകൽ അതിന് വിരോധമായി ചലിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തില് അത് ക്യാൻസൽ ആകട്ടെ. അത് വ്യക്തികളിൽ നിന്നും ക്യാൻസൽ ആകട്ടെ. ഷമാർദിഹാസാചാലാന നാം ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവം വ്യക്തികളെ കണക്ട് ആക്കും, സ്ഥലങ്ങളെ കണക്ട് ആക്കും. അവിടെ ചെല്ലുമ്പോൾ ദൈവിക പദ്ധതി അനുസരിച്ച് നാം അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എലിശബത്തിന്റെ അടുക്കല് മറിയ ചെന്നപ്പോൾ പിള്ള അവളുടെ ഉദരത്തിൽ തുള്ളി. അവർ മറിയ പരിശുദ്ധാത്മാവിനാൽ, അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കണക്ഷനുകൾ, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ദൈവീക കൂടിക്കാഴ്ചയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ അവിടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എങ്കിൽ അവിടെ മേൽ ഒരു ചലനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പകല് റമാസേല് ദൈവം നമ്മെ ചില വ്യക്തികളുമായി കണക്ട് ആക്കും. അതിന് വിരോധം, അത് ദൈവിക പദ്ധതിയാണെങ്കിൽ അതിന് വിരോധമായിട്ട് പിശാച് പല തന്ത്രങ്ങളും ഒരുക്കും, പല സാഹചര്യങ്ങളും ഒരുക്കും. മറാഷേല് എന്നാൽ നീ ചില വ്യക്തികളുമായി കണക്ട് ആകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ തുറക്കും. ഇതിന്റെ അകത്ത് കർത്താവ് ദൂത് പറയുമ്പോൾ
ചില വ്യക്തികളുമായി ചിലര് കണക്ട് ആകാൻ പോകുന്നു. അത് ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ്. ദൈവിക പദ്ധതിക്ക് വേണ്ടി ആണ് മറിയയും എലിസബത്തും അവിടെ കണക്ട് ആയത്. ഇന്ന് പകൽക്കാലം ചിലരുടെ മേലേക്ക് ആ ദൈവ സാന്നിധ്യം ചലിക്കുകയാണ്. ചിലരുടെ മേലേക്ക് ആ ദൈവ സാന്നിധ്യം ചലിക്കുകയാണ്. ചില കൂടിക്കാഴ്ചകൾ നിന്റെ ലൈഫിനെ തിരിക്കും. ചില കൂടിക്കാഴ്ചകൾ നിന്റെ ലൈഫിന്റെ അകത്ത് അടുത്തൊരു തലത്തിലേക്ക് ഉയർത്തും. ചില കൂടിക്കാഴ്ചകൾ നിന്റെ ലൈഫിന്റെ അകത്ത് അടുത്തൊരു പൊസിഷനിലേക്ക് ഉയർത്തും. ജോസഫും ഫറവോനും തമ്മിൽ കണ്ടപ്പോൾ ആ കൂടിക്കാഴ്ചക്കകത്ത് ദൈവത്തിന്റെ പദ്ധതി തുറന്നത് അത് ജോസഫിന്റെ മേലാണ്. ഫറവോന്റെ കസേര അവിടെ തന്നെ നിൽക്കുകയാണ്. ഫറവോന്റെ പൊസിഷൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ചലനമുണ്ടായത് ആരുടെ മേലാണ്? ജോസഫിന്റെ മേല്. ജോസഫിന്റെ മേലാണ് ഉയർച്ച ഉണ്ടായത്. ഫറവോൻ അവന്റെ കസേരയിൽ തന്നെ, അവന്റെ പൊസിഷനിൽ തന്നെ അവൻ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ അധികാരം അതുപോലെ തന്നെയുണ്ട്. പക്ഷേ ജോസഫിന് ഒരു വ്യത്യാസമുണ്ടായി. ആ കൂടിക്കാഴ്ചക്കകത്ത് ജോസഫിന്റെ പദവി, പൊസിഷനെ ദൈവം ഉയർത്തി. ഇന്ന് പകൽക്കാലം ചില കൂടിക്കാഴ്ചകൾ ഇതിന്റെ അകത്ത് ചില വ്യക്തികളുടെ ലൈഫിനെ ഉയർത്തും. ചില വ്യക്തികളുടെ ലൈഫിനെ ഉയർത്തും. ഫറവോന്റെ പൊസിഷൻ അതേപോലെ തന്നെ. പക്ഷെ ജോസഫിന്റെ പൊസിഷനെ ദൈവം ഉയർത്തി. ആ കൂടിക്കാഴ്ചയില് അവന്റെ പൊസിഷനെ ഉയർത്തി, അവന്റെ സ്ഥാനത്തെ ഉയർത്തി, അവനെ മന്ത്രി കസേരയിലേക്ക് ഇരുത്തിയെങ്കിൽ ചില കൂടിക്കാഴ്ചകള് ഇപ്പോഴുള്ള നിന്റെ പൊസിഷനെ ദൈവം മാറ്റും. ഇപ്പോഴുള്ള നിന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റും. അടുത്തൊരു തലത്തിലേക്ക് നീ ഉയരും. നിന്റെ ലൈഫിന്റെ അകത്ത് അത് ദൈവം വെളിപ്പെടുത്തും. അത്ഭുതം എന്നതുപോലെ ചില വ്യക്തികളുടെ മേലേക്ക് ഈ ദൂത് ചലിക്കുകയാണ്. അത്ഭുതം എന്നതുപോലെ ആ വ്യക്തിയെ നീ കാണുമ്പോൾ ആ വ്യക്തിക്ക് മാറ്റം ഉണ്ടാകത്തില്ല, പക്ഷെ നിനക്ക് മാറ്റമുണ്ടാകും. നിന്റെ ലൈഫിന് ചേഞ്ച് ഉണ്ടാകും. നിന്റെ ലൈഫിന് ചേഞ്ച് ഉണ്ടാകും. നിന്റെ ലൈഫിന് ചേഞ്ച് ഉണ്ടാകും. നിന്റെ ലൈഫിന് ചേഞ്ച് ഉണ്ടാകും. നിന്റെ ലൈഫിൽ നീ അടുത്തൊരു തലത്തിലേക്ക് കയറും. ഇന്ന് പകൽക്കാലം ഈ ദൂതിനെ സ്വീകരിച്ചാട്ടെ. നീ നിൽക്കുന്ന ആ കാരാഗ്രഹത്തിന്റെ അവസ്ഥയെ കർത്താവ് പൊട്ടിക്കും. നീ നിൽക്കുന്ന ആ താഴ്ന്ന നിലയിൽ നിന്നും നിന്നെ ഉയർന്ന പൊസിഷനിലേക്ക് കയറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം മുന്നമേ ആക്കി വച്ചിരിക്കുന്നതാണ്. ഇതിന്റെ അകത്ത് ചില വ്യക്തികൾക്ക് കർത്താവ് അതുപോലെ കർത്താവ് ചില ബന്ധങ്ങളിലൂടെ ചിലതിനെ ഉയർത്തുവാൻ വേണ്ടി ഇത് ദൈവിക പദ്ധതിക്കകത്തുള്ളതാണ്. നിന്റെ മേൽ കടക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയാണിത്. അതിന് പിശാച് എത്രത്തോളം തടസ്സം വെച്ചാലും അതിനെ ഭേദിച്ചുകൊണ്ട് പാനപാത്രവാഹകൻ മറന്നു പൊക്കോട്ടെ, പക്ഷെ നിന്നെ ഉയർത്തുവാൻ വേണ്ടി പാനപാത്രവാഹകൻ മറന്നു. അവൻ മറന്നാലും ഫറവോനുമായിട്ടുള്ള കൂടിക്കാഴ്ച ദൈവം മുന്നമേ ഒരുക്കിയതാണ്. പലരും മറന്നു കാണും. പക്ഷെ ആ കൂടിക്കാഴ്ച ദൈവം മുന്നമേ ഒരുക്കിയതാണ്. പലരും നിന്നെ ഉപേക്ഷിച്ചാലും, പലരും നിന്നെ കൈവിട്ടാലും, മനഃപൂർവമായിട്ടും അല്ലാതെയും നിന്നെ കൈവിട്ടാലും നീ ആ പൊസിഷനിലേക്ക് കയറുക തന്നെ ചെയ്യും. നീ ആ പൊസിഷനിലേക്ക് കയറുക തന്നെ ചെയ്യും. ആ വ്യക്തിയുമായി ദൈവം നിന്നെ കണക്ട് ആക്കും. പാനപാത്രവാഹകൻ മറന്നു. ജോസഫിന് ഫറവോനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പാനപാത്രവാഹകൻ മറന്നെങ്കിലും ഡയറക്റ്റ് വിളി വരികയാണ്. അവനെ ഓർമ്മിപ്പിക്കുവാൻ ഫറവോൻ തന്നെ ഫറവോന്റെ ആ സ്വപ്നം, അവന്റെ
അവനെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു. മറാസറ്റയിലെ അവനെ കൊണ്ട് തന്നെ, ആരാണോ മറന്നത് അവനെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആ കൂടിക്കാഴ്ച ജോസഫിന്റെ ലൈഫിനെ തിരിച്ചു കളഞ്ഞു. അവന്റെ അടുത്തൊരു പൊസിഷനിലേക്ക് കയറ്റി. വിളിച്ചവനേക്കാൾ മുകളിലെ പൊസിഷൻ. പാനപാത്രവാഹൻ ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല ജോസഫിന്റെ ആ ഉയർച്ച, ആ ഒരു നിലയിലേക്ക് അവൻ കയറുമെന്ന്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിന്റെ അകത്ത് ചിലരോട് ശക്തിയോടെ ദൂത് പറയുകയാണ്. പ്രതീക്ഷിക്കാത്തൊരു ഉയർച്ച. ആ ഉയർച്ചക്കകത്ത് പലതും നിന്റെ പൊസിഷനിൽ നിന്നും താഴേക്ക് വരും. ദൈവനാമം മഹത്വപ്പെടും. ഇന്ന് നീ ചെറിയവനാണെന്നും ഇന്ന് നീ നിസാരനാണെന്നും പലരും പറയുമ്പോൾ നിന്നെ ഉയർത്തും. ചിലതിന്റെ മീതെ നിന്നെ ഉയർത്തും. അതിന് മീതെ ഉയർത്തുമ്പോൾ നീ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് ചിലതറിയാൻ പോവുകയാണ്. നിന്റെ ഉയർച്ച കണ്ടുകൊണ്ട് നിന്റെ മേൽ കടക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർ കണ്ടുകൊണ്ട് ഷമാർദിഹസാല ഇന്ന് നിന്നെ പരിഹസിക്കുന്നവര്, ഇന്ന് നീ നിസാരൻ എന്ന് പറയുന്നവര്, മാറാദിമാനിഷേലേന് ഇന്ന് നീ നിസാരൻ എന്ന് പറയുന്നവര് നാളെ നിന്റെ മുൻപിൽ വരും. മറാസേലേ. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് ശക്തിയോടെ പറയുന്നു. ഇതിന്റെ അകത്ത് കർത്താവ് ചില കൂടിക്കാഴ്ചകൾ ചില വ്യക്തികളുടെ മേലേക്ക് കൈമാറുന്നുണ്ട്. ആ കൂടിക്കാഴ്ച നിന്റെ ലൈഫിനെ തിരിക്കുന്നതാണ്. പൗലോസിന്റെ ലൈഫിനെ തിരിച്ചത് ശൗലായിരിക്കുമ്പോൾ അനന്യാസ് എന്ന മനുഷ്യനെ ദൈവം അയച്ചു. ആ ഒരു കൂടിക്കാഴ്ച ശൗൽ എന്ന പൗലോസിന്റെ ലൈഫിനെ തിരിക്കുന്നതായിരുന്നു. മറാസറ്റയിലെ അവന് പുതിയൊരു വാതിൽ തുറന്നതായിരുന്നു. ബർന്നബാസും ശൗലും പിന്നീട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായി. അന്ത്യോക്യ സഭയ്ക്കകത്ത് ബർന്നബാസും ശൗലും ഒരു കൂടിക്കാഴ്ച, മിഷണറി യാത്രയുടെ തുടക്കം. ആ ഒരു കൂടിക്കാഴ്ച വലിയൊരു ദൈവിക പദ്ധതി തുറക്കുകയായിരുന്നു. അന്ത്യോക്യ സഭയ്ക്കകത്ത് അവർ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നപ്പോൾ അവർ തമ്മിലുള്ള ആ കൂടിക്കാഴ്ച, ബർന്നബാസും ശൗലും തമ്മിലുള്ള കൂടിക്കാഴ്ച, പൗലോസും തമ്മിലുള്ള കൂടിക്കാഴ്ച അവരുടെ ലൈഫിനെ തിരിക്കുന്നതായിരുന്നു. വലിയൊരു ദൈവിക പദ്ധതി തുറക്കുന്നതായിരുന്നു. ചില ബന്ധങ്ങൾ ദൈവിക പദ്ധതികളെ തുറക്കും. ഒരുമിച്ചുള്ള അറാസറ്റേലേനെ ആ കൂടിക്കാഴ്ച, ആ ബന്ധം വലിയ ദൈവിക പദ്ധതികൾ തുറക്കുവാൻ വേണ്ടി അവരെ കർത്താവ് ഉപയോഗിച്ചതുപോലെ ഇതിന്റെ അകത്ത് കർത്താവ് ചിലതിനെ ഉപയോഗിക്കുന്നു. റമാഷേലെ നമ്മുടെ വിളിയെ പറ്റിയുള്ള ആ തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം അതിലേക്ക് കയറണം. നമ്മുടെ മേൽ കടക്കുന്ന ദൈവിക പദ്ധതികളെ തുറക്കേണ്ടതിന് ആ വിളിക്കനുസരിച്ച് നാം മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ദൈവിക പദ്ധതികൾ നമ്മളെ തുറക്കത്തുള്ളൂ. ബന്ധങ്ങൾ തുറക്കത്തുള്ളൂ. ദൈവത്താലുള്ള ബന്ധങ്ങൾ തുറക്കത്തുള്ളൂ. ദൈവിക വിളിക്കനുസരിച്ച് പോകുമ്പോൾ മാത്രമേ ദൈവിക പദ്ധതികൾ തുറക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം അതിലേക്ക് നാം കയറണം. അതിന് ദൈവം ഇട്ടിരിക്കുന്ന, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപയെ തിരിച്ചറിയണം. ഏത് വിളിയാണ് കർത്താവിന്റെ മേൽ ഇട്ടിരിക്കുന്നത്? സുവിശേഷകനാണെങ്കിൽ അതിന്റെ അകത്ത് നിലനിൽക്കുക. മറാസറ്റേലെ ദൈവം
ആക്കി വച്ചിരിക്കുന്നതിനെ തിരിച്ചറിയണം, ഇട്ടിരിക്കുന്നതിനെ തിരിച്ചറിയണം. പൗലോസ് ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിച്ചതും ഏറ്റവും കൂടുതൽ ജാതികളെയാണ് നേടിയത്. പൗലോസിന്റെ മേൽ ഇട്ടിരിക്കുന്ന വിളി അങ്ങനെയായിരുന്നു. പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷിച്ചു. എന്നാൽ പൗലോസിന്റെ മേൽ കടക്കുന്ന വിളി ജാതികളുടെ മേലേക്ക് സുവിശേഷത്തെ കൈമാറുവാനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിളിക്കകത്ത് പൗലോസ് നിന്നപ്പോൾ അവന്റെ മേൽ കടക്കുന്ന ശുശ്രൂഷയെ കർത്താവ് ഓപ്പണാക്കി. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന ആ വിളിയെ തിരിച്ചറിയണം. പത്രോസ് തിരിച്ചറിഞ്ഞപ്പോൾ അവന് തന്റെ മേൽ കടക്കുന്ന ആ ദൂതിന്റെ വലിപ്പത്തെ അറിയത്തില്ലായിരുന്നു. ആ ദൂതിന്റെ വലിപ്പത്തെ അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, അത് പ്രവൃത്തിയായി വെളിപ്പെട്ടപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, ഇത്ര വലിയൊരു വിളിയായിരുന്നു എൻ്റെ മേൽ കടന്നിരുന്നതെന്ന്. റമാശേരി, ഇത്രയും വലിയൊരു പദ്ധതി എൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് അന്നാണ് മനസ്സിലാക്കിയത്. അവൻ സാധാരണക്കാരനല്ല എന്ന് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. റാഷാചാല, ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് കർത്താവ് അങ്ങനെ ചിലരെ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ആ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് അല്പനേരം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥനയോടെ ഈ അന്തരീക്ഷത്തിൽ ആ ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. ഈ വചനത്തിന്റെ ആഴങ്ങൾ ഇന്ന് പകല് ചിലതിനെ പുറത്തെടുക്കും. മാഷാ ചാലാന, ഇന്ന് പകൽ വിളിയിൽ നിന്നും പിറകോട്ട് വലിക്കുന്നതിനെ, ദൈവഹിതമല്ലാത്ത ഇടത്ത് നിന്നെ കൊണ്ടുപോയ സാഹചര്യങ്ങൾ, റമാഷ ചേലേനെ മാസ ചാലാന, അവിടെ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാമിനെ അവന്റെ ആ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് പുറത്തെടുത്തത് റമാസറ്റ് പുറത്ത് പോയതിന്റെ കാരണം ആ ക്ഷാമമായിരുന്നെങ്കിൽ, ആ ക്ഷാമത്തെ പിന്നീട് അടുത്ത തലമുറയെയും മിസ്രൈമിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി പിശാച് ശ്രമിച്ചപ്പോൾ റമാസ് ചേലേനെ ഇസഹാക്കിനെ ദൈവം വിലക്കി. റാഷ ചാലാന, മിസ്രൈമിലേക്ക് പോകുവാൻ വിലക്കിയതുപോലെ ഇന്ന് പകൽക്കാലം മറാസ് ചേലേനെ, കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർക്ക് പറ്റിയ തെറ്റ് നിനക്കുണ്ടാകത്തില്ല. നീ ചിലതിനെ ജയിച്ചു കയറും. ആ ക്ഷാമമായിരിക്കുമെന്ന ആ മണ്ണിന്റെ അകത്ത് ഇസഹാക്ക് വിതച്ച് 100 മേനി കൊയ്തതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇസഹാക്കെ, നീ മണ്ണിൽ ഉറച്ചു നിന്നോ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്നെ ഞാൻ അനുഗ്രഹിച്ചു, നീ മണ്ണിന്റെ അകത്ത് നിന്നോ. ഇതിന്റെ അകത്തു നിന്നും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. മാസ ചാലാന, ആ ദേശക്കാരുടെ മുൻപില് നിന്നെ ഞാൻ മാനിക്കും, നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടും. ഇസഹാക്ക് ആ ദേശത്തു വിതച്ചു, ക്ഷാമമെന്നു പറഞ്ഞ ആ ദേശത്ത് വിതച്ചു. ക്ഷാമമെന്നു പറഞ്ഞ ആ ദേശത്ത് ഇസഹാക്ക് വിതച്ച് 100 മേനി കൊയ്തതുപോലെ അവൻ വിതച്ചത് ഒന്നും നഷ്ടമാകാത്തതുപോലെ ഇന്ന് ചില ദേശങ്ങൾ ദൈവം നിനക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി, നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി ചില ദേശങ്ങളെ കർത്താവ് നൽകിയിട്ടുണ്ട്. റാഷ ചാലാന, പത്മോസ് പലർക്കും പ്രതികൂലമായിരുന്നു, പത്മോസ് പലരെയും ഇല്ലാതെയാക്കി. എന്നാൽ യോഹന്നാനെ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ആ പത്മോസിന്റെ അന്തരീക്ഷത്തെ തകർക്കുവാൻ വേണ്ടിയാണ്. പത്മോസിന്റെ ആ സാഹചര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ നിന്നെ ഉയർത്തും. പലർക്കും ആ ദേശം ശാപമായിരുന്നെങ്കിൽ, പലർക്കും ആ ദേശം നഷ്ടമായിരുന്നെങ്കിൽ, പലർക്കും ആ ദേശം മരണമായിരുന്നെങ്കിൽ, നിനക്ക് ഞാൻ ആ ദേശത്ത് ദൈവനാമം ഉയർത്തുവാൻ വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു
ഇന്ന് പകൽക്കാലം ചില ദേശങ്ങൾ അനുകൂലമായി മാറും. നീ നിൽക്കുന്ന ദേശം നിന്റെ വാഗ്ദത്ത ഭൂമിയാണെങ്കിൽ ആ ഭൂമിക്കകത്ത് ദൈവം നിന്നെ ഉയർത്തും. അവിടെ ഒരു ക്ഷാമത്തിനോ അവിടെ ഒരു പ്രതിസന്ധിക്കോ നിന്നെ തകർക്കുവാൻ സാധിക്കത്തില്ല. ആ വാഗ്ദത്തമുള്ളവൻ അവന്റെ വാഗ്ദത്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ആ മണ്ണ് മാറും, നീ മാറത്തില്ല. റാഷ ചാലാന, ആ ദേശത്തിന്റെ സ്വഭാവം മാറും, നീ മാറത്തില്ല. നിന്റെ മേൽ കടക്കുന്ന അഭിഷേകത്താല് ആ ദേശത്തിന്റെ സ്വഭാവം മാറും. ആ ദേശത്ത് വ്യാപരിക്കുന്ന ആ പൈശാചിക മേഖലകള് അതിന്റെ സ്പിരിറ്റുകൾ മാറും. മാസ ചാലാന, ഇസഹാക്കേ നീ ആ ദേശത്ത് നിന്നോ, ക്ഷാമം മാറും. മാസ ചാലാന, മറ്റു പലർക്കും ക്ഷാമമായിരിക്കും, എന്നാൽ നിനക്ക് ക്ഷാമം ഉണ്ടാകത്തില്ല. നീ സമൃദ്ധിയിലേക്ക് കയറും. യോഹന്നാനെ, നീ പത്മോസിൽ ചെന്നോ? പത്മോസിന്റെ അന്തരീക്ഷം എന്താന്ന് എനിക്കറിയത്തില്ല. പത്മോസിൽ നീ ചെന്നോ, പക്ഷേ നീ ചെന്നത് മൂലം നീ മാറത്തില്ല. ദേശത്തിന്റെ അവസ്ഥ മാറും. റൂഹ സിമാനി ഷാക ചാറ ദിമാനി മാസാക ചാലാന. ഇന്ന് പകൽക്കാലം ആ ദൈവശക്തി ചലിക്കുകയാണ്. നീ നിൽക്കുന്നത് കൊണ്ട് നിന്റെ ദേശത്തിന്റെ അവസ്ഥ മാറും. നീ നിൽക്കുന്നത് കൊണ്ട് നിന്റെ ആ ഭവനത്തിന്റെ അവസ്ഥ മാറും. നീ പിറകോട്ട് പോകരുത്. സാഹചര്യം കണ്ട് നീ പിറകോട്ട് പോകരുത്. സാഹചര്യം കണ്ട് നീ മറ്റൊരിടത്തേക്ക് പോകരുത്. നിന്റെ വാഗ്ദത്ത ഭൂമി വിട്ട് നീ പോകരുത്. ആ വാഗ്ദത്ത ഭൂമിക്കകത്ത് എത്രത്തോളം പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും അതിന്റെ അകത്ത് നീ ഉറച്ചു നിന്നോ. ആ സാഹചര്യത്തെ കർത്താവ് മാറ്റി ദൈവനാമം മഹത്വമെടുക്കും. പലരും വിതച്ചു, അതെല്ലാം നഷ്ടമായി. ദേശത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായി, ക്ഷാമമുണ്ടായി. ഇസഹാക്ക് വിതച്ചു, അവൻ വിതച്ചത് മാത്രം 100 മേനി കൊയ്തു. എങ്കിൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടത്തുള്ളൂ. അവൻ വിശ്വസിക്കുന്ന ദൈവം ആരെന്ന് തിരിച്ചറിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം അതുപോലെ കർത്താവ് ചിലതിനെ ഉയർത്തുകയാണ്. ചില മണ്ണിന്റെ അവസ്ഥകളെ, ചില ദേശത്തിന്റെ അവസ്ഥകളെ, ദേശത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റുകളെ ജയിക്കുവാനുള്ള കൃപ, ചില പാരമ്പര്യങ്ങളെ തകർക്കുവാനുള്ള അഭിഷേകം ഇന്ന് നിന്റെ മേൽ കർത്താവ് പകർന്നതിനെ ഇന്ന് പുതുതായിട്ട് പകരുകയല്ല. കർത്താവ് ഇട്ടത് പുറത്തോട്ട് റിലീസ് ആകുന്നു. ഓ റദീമാന ഹസീക ചാലാന, പരിശുദ്ധാത്മാവിനാല് ചിലമേൽ കർത്താവ് മുന്നമായി ഇട്ടതാണ്. നിന്നെ വിളിച്ചപ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ കർത്താവ് പകർന്നതാണ്. റാസ ചാല, അതിനെ കർത്താവ് പുറത്തെടുക്കുകയാണ്. ദൈവശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അത് വ്യാപരിക്കട്ടെ. കർത്താവ് ഇട്ടത് ഇന്ന് പകൽക്കാലം അത് പുറത്തോട്ട് വരട്ടെ. കർത്താവേ, ഇന്ന് പകൽ കർത്താവേ, എത്രയും സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നപ്പ. ഇന്ന് പകൽ കർത്താവെ കേട്ട വചനം കർത്താവെ മിനിസ്ട്രിക്ക്, ദൈവദാസന്മാർക്ക്, കടന്നു വന്നിരിക്കുന്ന സകലർക്കും ഏറ്റവും അനുഗ്രഹമായി തീരണം. അവിടുന്ന് പറഞ്ഞ ദൂതുകൾ അത് കർത്താവെ ഓരോ വ്യക്തികളുടെ മേലും അതിന് റിലീസായതിനായി ഞങ്ങളെ വിളിച്ചതിന്റെ ഉദ്ദേശം അങ്ങേക്കറിയാം, പൈശാചിക മേഖലകൾക്കറിയാം. എന്നാൽ കർത്താവെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് നിവർത്തിയാകുക തന്നെ ചെയ്യും. പിശാച് എത്രത്തോളം അതിനെതിരെ ഫൈറ്റ് ചെയ്താലും അതിനെ തകർക്കുവാനുള്ള അഭിഷേകവും ഞങ്ങളുടെ മേൽ കർത്താവ് ഇട്ടതാണ്. കർത്താവെ, ഞങ്ങളോട് പറഞ്ഞ ദൂതിന്റെ വലിപ്പത്തെ ഞങ്ങൾക്കറിയത്തില്ല, അങ്ങേക്കറിയാം. അത് കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണണം, അത് പ്രവൃത്തിയായി കർത്താവ് അവിടുന്ന് വെളിപ്പെടണം. ഇന്ന് പകൽ കർത്താവെ ജനത്തെ, ഈ മിനിസ്ട്രിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഉയർച്ചയിലേക്ക് കർത്താവെ, അവിടുന്ന് വളർച്ചയിലേക്ക് കർത്താവെ ഈ മിനിസ്ട്രിയെ കർത്താവ് എത്തിപ്പിക്കുന്നതിനായി, ദൈവദാസിയെ കർത്താവെ അവിടുന്ന് അടുത്തൊരു തലത്തിലേക്ക് കർത്താവ് അവിടുന്ന് ഉയർത്തുന്നതിനായി നന്ദി പറയുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.